വെൽക്കം ബാക്ക്. എല്ലാവർക്കും ലെൻഗിറ്റാലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഹരികൃഷ്ണൻ എന്ന സിനിമയിലെ സമയമിതപൂർവ്വ സായാഹ്നം എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പല്ലവി ഞാൻ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അനുപല്ലവി പാട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. സോ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. വളരെ സ്ലോ സ്പീഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ആക്ച്വൽ സോങ് ചെയ്യാവൂ. സോ എല്ലാവർക്കും ലേൺ ചെയ്യാൻ കഴിയട്ടെ. വെരി ഹാപ്പി ലേൺ. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇനി കണ്ണിൽ, അത് സെക്കൻഡ് സ്ട്രിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിൽ ജി ഷാർപ്പ് എ ബി വരും. സെക്കൻഡ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെറ്റ് 10, 12, 14 ഫ്രെറ്റുകളാണ് വരുന്നത്. ഇനി ജി ഷാർപ്പ് എ, അതായത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെറ്റിൽ 2 സ്ട്രൈക്ക്, 10ാമത്തേൽ 1 സ്ട്രൈക്ക്. ഇനി ഇനി കണ്ണിൽ, കണ്ണിൽ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ തന്നെ 12ഉം 14ാമത്തെ ഫ്രെറ്റുകളാണ്, അതായത് ബിയും സി ഷാർപ്പും. അപ്പോൾ ഒരുമിച്ച് ഇത്രയും വായിക്കുമ്പം കണിമലരാകും എന്നുള്ളതാണ്. കണിമലരാകും. ആ നോട്ടെന്ന് പറയുന്നത് ബി, സി ഷാർപ്പ്, ഡി, ഇ വരും. കണിമലർ, അതിവിടെ വേണേലും വായിക്കാം. സോ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ് എടുക്കാം. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് ബാക്കി വരുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9, 10, 12 ഫ്രെറ്റുകൾ. 9, 10, 12. ഇനി കണ്ണിൽ, ഇനി കണ്ണിൽ കണിമലരാകും. കണ്ടില്ലേ, അത്രയും സ്ട്രൈക്ക് ഇവിടെയാണ് വരുന്നത്, ഈയിൽ. ആ നോട്ടാണ് ഞാൻ പറഞ്ഞത്, ബി, സി ഷാർപ്പ്, ഡി, ഇ. ആ സി ഷാർപ്പ്, ഡി, ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9, 10, 12 പൊസിഷനാണ്. 9 സി ഷാർപ്പ്, 10 ഡി, 12 ഇ. രാഗം, പരിവേദനമോ എന്നുള്ളതാണ്. പരിവേദനം എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9, 10, 12, 14 വീണ്ടും 10 കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ നോട്ടായിട്ട് പറയുകയാണെങ്കിൽ സി ഷാർപ്പ്, ഡി, ഇ, എഫ് ഷാർപ്പ്, ഇ, ഡി ആണ്. ഡിയിൽ പിന്നീട് 2-3 സ്ട്രൈക്ക് കൂടെ വരും. പാട്ടിനനുസരിച്ച് നോക്കുക. അത് പരിവേദനമോ, തന്നമോ എന്നുള്ളത് ഡി തന്നെയാണ്. പരിവേദനമോ, പനിനീരാക്കും എന്നുള്ളതാണ്. കണ്ടില്ലേ, അത് സി ഷാർപ്പും ബിയും തമ്മിലാണ് വായിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7ഉം 9ഉം ഫ്രെറ്റുകളാണ്. അപ്പം ഇത്രയും ഒരുമിച്ച് വായിക്കുമ്പം ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. സിയും സി ഷാർപ്പും ബിയും എന്ന് പറഞ്ഞത്. പരിവേദനമോ പനിനീരാക്കും. പാപാന്തകാരം പാർവണമാകും എന്നുള്ള വരിയാണ്. പാപാന്തകാരം, അത് നേരെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ബി എന്ന് പറയുന്ന നോട്ട്, അതായത് 7th ഫ്രെറ്റിൽ നിന്ന് നേരെ 7ൽ സ്ട്രൈക്ക് ചെയ്തിട്ട് നേരെ 14th ഫ്രെറ്റിലേക്ക് പോയേക്കാണ്. പാപകാരം, അത്രയും സ്ട്രൈക്ക് നമ്മളിവിടെയാണ് എഫ് ഷാർപ്പിൽ. സോ ബി, എഫ് ഷാർപ്പ് വരും. സോ ബി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. ആ എഫ് ഷാർപ്പ് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14th ഫ്രെറ്റിലാണ്, ബിയും എഫ് ഷാർപ്പും. പാർവണമാകും, പാർവണം ആകും എന്നുള്ളത് ഡി, ഇ, എഫ് ഷാർപ്പ്, ഇ, ഡി വരും. പാർവണം, ഡി, ഇ, എഫ് ഷാർപ്പ്. പൊസിഷൻ 10, 12, 14. 10, 12, 14. പാർവണം ആകും, ആകും എന്നുള്ളതാണ്
കണ്ടില്ലേ, 12, 10 പൊസിഷൻസാണ്. ആകും പാർവണം ആകും. വീണ്ടും അതേപോലെ പാതേയമാകും. പുണ്യങ്ങൾ എന്നുള്ളതാണ്. ആ പുണ്യങ്ങൾ എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 17th ഫ്രെറ്റിലേക്ക് വരും. അതായത് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ വരും. പുണ്യങ്ങൾ പുണ്യങ്ങൾ. ആ ഫ്രെറ്റ് ഞാൻ പറയാം: 17, 16, 14, 12. ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഇത്രയും ഫ്രെറ്റുകളാണ് നമ്മൾ പ്ലക്ക് ചെയ്ത് ഇങ്ങനെ വായിക്കുന്നത്. പുണ്യങ്ങൾ. കണ്ടില്ലേ, 17, 16, 14, 12. എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ വരും. അത് കഴിഞ്ഞ് ആരുമില്ലെങ്കിലും എന്നുള്ളതാണ്. ആരുമില്ലെങ്കിലും. ആ നോട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ ഡി ഇ ജി ഷാർപ്പ് വരും. 10, 12, 16 ഈ ഫ്രെറ്റുകളാണ് വരുന്നത്. ആരുമില്ലെങ്കിലും. ബാക്കി സ്ട്രൈക്കുകളെല്ലാം ജി ഷാർപ്പിലാണ്. ഡി ഇ ജി ഷാർപ്പ്. നിന്നിലെ നിന്നിൽ എന്നുള്ളത് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് വരും. ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എ എ വരും. അതായത് 16ാമത്തത് 17ാമത്തത് വീണ്ടും 16ാമത്തത് വീണ്ടും 17ാമത്തതിൽ 2 സ്ട്രൈക്ക് വരും. സോ 16, 17, 16, 17, 17 വരും ഫ്രെറ്റിൻ്റെ പൊസിഷൻ. ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എ എ. നിന്നിലെ നിന്നിൽ. നിന്നിലെ നിന്നിലാണ് ഞാനിപ്പം പറഞ്ഞത്. ആശ്രയമാകൂ എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഹൈലോട്ട് പോവാണ്. ആശ്രയം. ആശ്രയം എന്നുള്ളത് ഇ ജി ഷാർപ്പ് എ. ആശ്രയം ആകൂ. ആശ്രയം ആകൂ എന്നുള്ളത് ഇ ജി ഷാർപ്പ് എ ബി എഫ് ഷാർപ്പ് വരും. ഒന്നുകൂടെ ഞാൻ ആ നോട്ട് പറയാം. ഇ ജി ഷാർപ്പ് എ ബി എഫ് ഷാർപ്പ് ഇ വരും. പൊസിഷനായിട്ട് പറഞ്ഞാൽ 10ാമത്തെ പൊസിഷൻ, പിന്നീട് 16ാമത്തെ പൊസിഷൻ, 17ാമത്തെ. സോ 10, 16, 17, 19, 14, 12. 10, 16, 17, 19, 14, 12 ഈ പൊസിഷനാണ്. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ദേവാം ശംഭോ. ആ ദേവാം ശംഭോ എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ ബി സി ഷാർപ്പ് ഡി ഇ ഡി സി ഷാർപ്പ് ബി. പൊസിഷനായിട്ട് പറഞ്ഞാൽ 7, 9, 10, 12, 10, 9, 7. 7, 9, 10, 12, 10, 9, 7.
അത് കഴിഞ്ഞ് വരുന്നതാണ് ആ നംദ നംദനം. ആ നോട്ട് എന്ന് പറയുന്നത് ബി, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, എ, സോ ബി, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, എ, ജി ഷാർപ്പ്, ഇ. അതാണ് ആ നംദനം എന്നുള്ളത്. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ്ങിൽ മാത്രമാണ് ബി വരുന്നത്, 12th ഫ്രെറ്റ്. ബാക്കി എല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വന്നേക്കുന്നത്. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റായ ബി, ആ നംദ. അപ്പോൾ ബി 12th ഫ്രെറ്റാണ് സെക്കൻഡ് സ്ട്രിങ്ങിൽ, ബാക്കിയെല്ലാം ഇനി ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. പിന്നീട് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 16ാമത്തെ ഫ്രെറ്റ്, 14ാമത്തെ ഫ്രെറ്റ്, കണ്ടില്ലേ? സെക്കൻഡ് സ്ട്രിങ്ങിലെ 12ാമത്തെ ഫ്രെറ്റ്, അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 16ാമത്തെ ഫ്രെറ്റ്, 14ാമത്തെ ഫ്രെറ്റ്, 16ാമത്തെ ഫ്രെറ്റ് വീണ്ടും 2 തവണ, അതിനുശേഷം 14 വന്നതിന് ശേഷം വീണ്ടും 17ലേക്ക് പോയേക്കുകയാണ്. അതിനുശേഷം വീണ്ടും 16, പിന്നീട് 12. ഇങ്ങനെ വരും. അത് 2 തവണ വായിക്കും. അതിനുശേഷം വരുന്നതാണ് താനം തവനം. അത് കഴിഞ്ഞ് വരുന്നതാണ് താനം തവനം എന്നുള്ളത് ബിയും ഇയുമാണ്, രണ്ടും 12th ഫ്രെറ്റാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ താനം തവനം ഗാനം ഗമനം. ആ ഗാനം ഗമനം എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റും ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14th ഫ്രെറ്റും വരും. താനം തവനം. അതിനുശേഷം വീണ്ടും ഇത് തന്നെ വരിക്കും. മുഖരിതമി. മുഖരിതമി. മുഖരിതമി എന്നുള്ളത് ഡി ഇ ഡി സി ഷാർപ്പ് ബി വരും. ഡി ഇ ഡി സി ഷാർപ്പ് ബി. പൊസിഷൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10, 12, 10, 9 5ാമത്തെ ഫ്രെറ്റ്. 10, 12, 10, 9 5ാമത്തെ ഫ്രെറ്റ്. അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ ഈ നോട്ട് എ ആണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5ാമത്തെ ഫ്രെറ്റ് എ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രിങ്ങിലെ 10ാമത്തെ ഫ്രെറ്റ് എന്ന് പറയുന്നത് എ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വായിക്കാം, ഇവിടെ വേണേലും വായിക്കാം. സെക്കൻഡ് സ്ട്രിങ്ങിലെ 10ാമത്തെ ഫ്രെറ്റിൽ മൗനം. മൗനം എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ് എ ബി, എ ജി ഷാർപ്പ് വരും. പ്രണവമന്ത്രണം. ഇത് 3 നോട്ടാണ്. ആ നോട്ട് എന്ന് പറയുന്നത് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ്, എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് വരും. പ്രണവമന്ത്രണം. പൊസിഷനായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ്ങിലെ 10, 9, 7 പൊസിഷൻ. സെക്കൻഡ് സ്ട്രിങ്ങിലെ 10, 9, 7 വീണ്ടും 10, 9, 7. പ്രണവമന്ത്രണം. പിന്നീട് ഹൈ പിച്ചിൽ നമുക്കറിയാം ഒരു സ്വരം വായിക്കുകയാണ്. റിമഗരിസ നിധമപസ, അങ്ങനെ ഒരു സ്വരങ്ങളാണ് വായിച്ചേക്കുന്നത്. ആ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12, 17 ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14, 17, 16. സോ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14, 17, 16, 14, 12 ഈ ഫ്രെറ്റുകളാണ്. എഫ് ഷാർപ്പ് എ, ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ വരും.
നീത മപ്പ സ എന്നുള്ളത് D C ഷാർപ്പ് A B E, D C ഷാർപ്പ് A B E. ഓക്കെ, ഇത്രേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ബാക്കിയെല്ലാം നമ്മൾ പല്ലവി പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ആൾറെഡി കണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.